ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നാളെയാണ് പൊങ്കാല. അപ്പോൾ ഇന്ന് പൊങ്കാലയുടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വെച്ചുകൊണ്ട് പുറത്ത് പോവാണ്. ഇന്ന് വൈകിട്ട് മാറ്റുപോലെ പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. സോ ഈ 2 ദിവസത്തെ എല്ലാം കൂടെ ചേർത്തൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വ്ളോഗായിട്ട് തുടങ്ങുവാണ്. സോ വെൽക്കം ടു അവർ വ്ളോഗ്. ആറ്റുകാല ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഫുൾ ഓണാണ്. ഫുൾ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഫുൾ ടൈം ഓണായിരിക്കും. എല്ലായിടത്തും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഈ വർഷം ആറ്റുകാല അങ്ങനത്തെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ അധികം പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ റിച്ചു ബേബി ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് ഇയർ നല്ലൊരു അടിപൊളി വ്ളോഗ് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആറ്റുകാൽ ദേവീൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് അവിടെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളും, പിന്നെ എവിടെ നോക്കിയാലും കുറേ ചുടുകട്ട, മൺകലം, അങ്ങനത്തെ കുറേ സംഭവം നമുക്ക് ഈ ഒരു ടൈമിൽ ട്രിവാൻഡ്രത്ത് കാണാൻ പറ്റും. നമ്മുടെ ഷോപ്പിൽ തെയ്യ കുറച്ച് സാധനം എടുക്കാനായിട്ട് ഞങ്ങൾ ചാലേ മാർക്കറ്റിൽ വന്നു. നമ്മുടെ ട്രെയിൻ കയറി പോകാനുള്ള ആൾക്കാർ മിക്കവരും ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഈ പരിസരത്തായിരിക്കും ഫുൾ പൊങ്കാല ഇടുന്നത്. അത് അവർക്ക് പൊങ്കാല കഴിഞ്ഞ് വേഗം ട്രെയിനിൽ കയറി പോകാമല്ലോ എന്നുള്ള രീതിയിൽ. സോ ഈ സ്ഥലം ഫുൾ ഫില്ലാണ്. കല്ലിലൊക്കെ പേരൊക്കെ എഴുതി വെച്ച് എല്ലാം റിസർവ്ഡ് ചെയ്ത് ആൾക്കാർ വച്ചിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. ഇതെല്ലാം സഹിച്ച് പൊങ്കാല ഇടാനായിട്ട് ദൂരെ നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ സ്വന്തം പട്ടം കഫേയിൽ എത്തിക്കുകയാണ്. അപ്പോൾ ആ സമയം അവിടെ നമ്മുടെ ചേച്ചി നല്ല ചൂട് പഴംപൊഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഡു വിസിറ്റ് പട്ടം കഫേ. ഗൈസ്, ഒരു പ്ലാൻ നടന്നില്ല. നീ പോയിട്ട് വന്നിട്ട് റിച്ചാൻ്റെ കൂടെ കിടന്നുറങ്ങി. അപ്പോൾ ഇനി നാളത്തെ വിശേഷം കാണിക്കാം. മോർണിംഗ് എണീറ്റ് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് മഴ പെയ്ത് ഫുൾ നനഞ്ഞ് കോന്ന് നല്ല തണുത്ത് കിടക്കുവാണ്. സോ ഇതാ അമ്മ ഇപ്പോൾ അമ്മായിയുടെ അവളുടെ വീട്ടിൽ നേരത്തെ പോവാണ്. കാരണം അവിടെ പോയി കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കലം ഒന്നും നേരത്തെ കൊണ്ട് വച്ചിട്ടില്ല. സോ കലമൊക്കെ ആയിട്ട് അമ്മ ഇതാ കൊണ്ടുപോവാണ്. അപ്പോൾ അമ്മയെ വിട്ടിട്ട് നമ്മുടെ പട്ടം കഫേയിൽ പോവും. ഇന്ന് അവിടെ സെയിലുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റിച്ച് ബേബി ഉറക്കമാണ്. ഞാൻ ഈ സമയം കൊണ്ട് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മയും പൊങ്കാല ഇടുന്ന സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പൊങ്കാല ഇടുന്നത് അമ്മായിയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട് കരമനയാണ്. സോ അതിനടുത്താണ് അമ്പലം. സോ അവിടെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. സോ ഞാൻ വേഗം കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉറക്കത്തിൽ എണീക്കണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഇതാ കൈകാലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. സോ ഞാൻ ബാക്കി കൂടെ റെഡി ആയിട്ട് എന്നെ കുളിപ്പിക്കണം, ഫീഡ് ചെയ്യണം, എന്നിട്ട് വേണം അമ്മേനെ കയ്യിലേൽപ്പിക്കാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ണെഴുതിക്കൊണ്ടിരുന്നപ്പോൾ റിച്ചു ബേബി എണീറ്റിട്ടുണ്ട്. ശിങ്കാരൻ എണീറ്റിട്ടുണ്ട്. ഓക്കെ, അമ്മ പൊങ്കലച്ച് പോയിട്ട് വരട്ടാ. മിണ്ടാതെ കിടക്കോ കുഞ്ഞുകുട്ടി, കുഞ്ഞുകുട്ടി മിണ്ടാതെ കിടക്കോടാ. പോയിട്ട് വരാമേ. കുളിച്ച് പാപ്പ ചെന്നിട്ട് അമ്മ പോയിട്ട് വരാമേ. ടാറ്റാ. റിച്ചു ബേബിനെ കുളിപ്പിച്ച് ഫീഡൊക്കെ ചെയ്തു. ഇനി ഞാൻ പൊങ്കാലയ്ക്ക് പോകാനായിട്ട് ഇറങ്ങാൻ പോവാണ്. കുറച്ച് മേക്കപ്പിലാണ്. ഓക്കെ. സോ മോർണിംഗ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പൊങ്കാലൊക്കെ ഇടാനായിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിലും പല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊങ്കാലിടാൻ വരുന്നത്. സോ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ റോഡ് ആറ്റുകാലിന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ വഴിയാണ് ആറ്റുകാൽ പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മായിയുടെ വീട്. നമ്മളിത് അമ്മായിയുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ എല്ലാവരും തിരളി ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബാനുവിന് തലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡാൻസും കളിച്ചിട്ടുണ്ട്.
അതൊക്കെ സോ ഇതാ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത് എന്താണ്, അരി പയർ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് നമ്മളിങ്ങനെ ഓരോ ഉരുളയായിട്ട് വച്ചിട്ട് അതിൽ നമ്മൾ കണ്ണും 2 കണ്ണ് ഒരു മൂക്കൊക്കെ വച്ചിട്ട് ഈ നമ്മളെ വീട്ടിൽ ഓരോ ആൾക്കാരായിട്ട് സങ്കല്പിച്ച് എന്താണ് അസുഖങ്ങളൊന്നും വരരുതേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്ന സാധനമായിട്ടാണ് എൻ്റെ ഒരു അറിവ്. സോ ഇതാണ് മണ്ടപ്പുറ്റ്. ഇത് അമ്മ ഇപ്പോൾ 2 കണ്ണ് ഒരു മൂക്ക് അങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നുണ്ട്, എല്ലാത്തിലും വയ്ക്കും. സോ ഇതാണ് മണ്ടപ്പുറ്റിൻ്റെ പുറകിലുള്ള ഐതിഹ്യം എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ചട്ടി അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനും അമ്മയും കൂടിയിട്ട് 3 കലത്തിലാണ് പൊങ്കാല ഇടുന്നത്. പിന്നെ അമ്മായിക്കുണ്ട്, അമ്മായിയുടെ അമ്മയ്ക്കുണ്ട്. അങ്ങനെ കുറച്ച് കല്ലുകൾ നമ്മൾ ഫ്രണ്ടിൽ പറക്കി ഇട്ടിട്ടുണ്ട്. നമ്മളിതാ കലമൊക്കെ പറക്കി അവിടെ അടുത്ത് കൊണ്ട് കല്ലിൽ വയ്ക്കുവാണ്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ വയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. കാരണം പൊങ്കാല തുടങ്ങുന്ന സമയത്ത് നമുക്കും ഇവിടെ തീ കത്തിച്ച് പൊങ്കാല തുടങ്ങണം. അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ കാര്യങ്ങളിലാണിപ്പോൾ. നമ്മുടെ പൊങ്കാലക്കളത്തിനൊരു മോഡിഫിക്കേഷനാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കുങ്കുമം കിട്ടി. അപ്പോൾ കുങ്കുമം ഇങ്ങനെ നല്ല സൈഡിലും വയ്ക്കുന്നതാണ്. പല ആൾക്കാർ പല രീതിയിൽ, ചില ആൾക്കാർ ഇതിന് ചുറ്റും പൂ വയ്ക്കും, ചില ആൾക്കാർ ചന്ദനം വെച്ചിട്ട് ഡിസൈൻ വരയ്ക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള തവി, അങ്ങനെ പാത്രം, ഇല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചുകൂടി ഗേറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പൊങ്കാല തുടങ്ങാനായിട്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്ന കുറച്ച് വിഷ്വൽസ് നമ്മുടെ ക്യാമറാമാൻ സച്ചുവാണ് എടുത്ത് തന്നിട്ടുള്ളത്. സച്ചുവിന് താങ്ക്സ് പറയുന്നു, കാരണം അവൻ ആ ചൂടിൻ്റെ പുകേൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അങ്ങനെ ഇതാ നമ്മൾ പൊങ്കാല തുടങ്ങി.
सरस्वती माई जय जय देवी जय जगजननी जय जय सरस्वती माई जय जय देवी जय जगजननी जय जय सरस्वती जय जय भवानी जय शर्वाणी जय जय भवानी जय शर्वाणी നമ്മൾ ചോറ് വാങ്ങിക്കാൻ പോകും. അമ്മായി ഒടിയോ അങ്ങ് വാങ്ങിക്കാൻ പോയി ക്യൂ കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാർ. ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് ഫ്രൈഡ് റൈസ് മേടിച്ചിട്ട് വന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയം അമ്മയും അമ്മായിയും കൂടി പോയിട്ട് ചോറ് മേടിച്ചിട്ട് വന്നു. അപ്പം ഞാൻ അതും കഴിച്ചു. ഇതൊക്കെയാണല്ലോ ഒരു രസം. ഇതൊക്കെയാണ് പൊങ്കാല വൈബ്സ്. നമ്മൾ മോർണിംഗ് ചെയ്ത മണ്ടപ്പുറ്റും തെരലയൊക്കെ റെഡിയായി. അങ്ങനെ നമ്മുടെ പൊങ്കാല എല്ലാം നേദിച്ച് കഴിഞ്ഞു. എല്ലാവരും വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോവാണ്. ലാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയറൊക്കെ ചെയ്തു, പാക്കൊക്കെ ചെയ്യാൻ തുടങ്ങി നമ്മൾ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ റിച്ചൻ ബേബീനെ മറക്കാൻ പാടില്ല. റിച്ചൻ ബേബീനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ കുരോ കഴിച്ചു, ഉറങ്ങുകയാണ്, അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞത്. അമ്മായിയുടെ അമ്മ നമുക്ക് ബാക്കിയൊന്ന് ഫ്രൈഡ് റൈസ് ഒക്കെ പാക്ക് ചെയ്ത് തരുവാണ്. സോ കുറച്ചധികം ഫ്രീ ടൈം നമുക്ക് ഇനിയുണ്ട്. മാമൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ സമയം നമ്മൾ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ടി വിയിലിട്ട് കണ്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമൻ വന്നു. നമ്മളെല്ലാ സാധനങ്ങളും എല്ലാം വേഗം കാറിലെടുത്ത് വെച്ചു. കാരണം ഭയങ്കര ബ്ലോക്കാണ് റോഡ്. എങ്ങനെയെങ്കിലും നമ്മൾ അപ്പുറത്ത് കടന്ന് കിട്ടിയാൽ നമ്മൾ ഷടയിൽ നിന്ന് വീട്ടിൽ പോകാം. പക്ഷെ അപ്പുറത്ത് പോകാൻ ഇച്ചിരി പാടാണ്. കാരണം ഭയങ്കര ബ്ലോക്കാണ്. ഇടയ്ക്കിടയ്ക്ക് കൊതി വരും. ഇടയ്ക്കിടയ്ക്ക് കൊതി വരും. കൊതി വരുമ്പോൾ ഒരു കരച്ചിലുണ്ടല്ലോ.